ചേട്ടാ എറണാകുളം മണ്ഡലത്തിൽ ആരായിരിക്കുക? ഐ ബി. അതാ കൈ കാണിച്ചേക്കണേ. അത്രയും ഉറപ്പിക്കാൻ കാരണം എന്താ ഐ ബി തന്നെയാണെന്ന്? ഐ ബി തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്ഥാനാർത്ഥികൾ വേറില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തില് ഇഷ്ടംപോലെ നല്ല സഹാക്കന്മാരുണ്ട്, ഒരുപാടുണ്ട്. നല്ല നല്ല പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആൾക്കാരുണ്ട്. അവരെ നിർത്തിയെങ്കിൽ ഒരു പക്ഷേ ഐ ബിന്റെ ഭൂരിപക്ഷം കുറക്കാൻ പറ്റില്ല. പക്ഷേ ഷൈൻ ടീച്ചർ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നല്ലാണ്ട് വേറെ ആരും അറിയൂല. LDF ജയിക്കും. പക്ഷെ UDF ജയിക്കുന്നതാണ് ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞേക്കുന്നത്. എന്റെ അഭിപ്രായം LDF ജയിക്കും. ചേട്ടന്റെ അഭിപ്രായത്തിൽ LDF ജയിക്കും. ഞാൻ CPM കാരനാണ്, അതുകൊണ്ട് LDF ജയിക്കും. പക്ഷെ അപ്പുറത്ത് വലിയൊരു ഹൈബ്രിഡ് ഉണ്ട്, വലിയ രീതിയിൽ ജനകീയ പിന്തുണ. ഇതൊന്നും പറയും ഇന്ദിരാഗാന്ധി തോറ്റ നാടാണിത്. അപ്പൊ ഹൈബ്രിഡും തോറ്റാലൊന്നും ഹൈബ്രിഡിനെ തോപ്പിക്കും ഷൈൻ ടീച്ചർ. പിന്നല്ല പറഞ്ഞു നമ്മളെ സ്ഥാനാർത്ഥി ജയിക്കും, CPM സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും. അങ്ങനെ എന്റെ വിശ്വാസം. അല്ല ചേട്ടൻ ഒരു CPM പ്രവർത്തനമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞത് ഐബിയെ പോലൊരു കാൻഡിഡേറ്റിന് അപ്പുറത്ത് വെക്കാൻ പറ്റിയൊരു നേതാക്കന്മാർ ഇവിടെ കാൻഡിഡേറ്റ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. നേതാക്കന്മാർ ഉണ്ടായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ദിരാഗാന്ധിനെ പോലെ ടോപ്പൊന്നുമില്ല. വെറും ഒരു കീറശട്ട രാജനാരായണൻ തോപ്പിച്ചില്ലേ, അപ്പൊ അതിലും വലുതൊന്നുമില്ലല്ലോ ഇത്. അങ്ങനെ UDF ജയിക്കും. കാരണം അയാള് വ്യക്തിത്വമുള്ള ആളാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈന്റ് കേട്ടിട്ടില്ല. ഏത് സമയത്തും ആര് വിളിച്ചാലും എല്ലാവരുടെയും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ എറണാകുളത്തിന് വേണ്ടിട്ട് ഹൈബി ലോക്സഭയിൽ പോയിട്ട് ആവശ്യങ്ങളൊക്കെ മേടിച്ചു തരും. അതെന്തോ രാഷ്ട്രീയമായിട്ട് എനിക്കറിയില്ല, പക്ഷെ കംപ്ലൈന്റ് ഇല്ല. UDF ഒരു വ്യത്യസ്ത സ്ഥാനാർത്ഥിയാണ്. എറണാകുളം മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷം. ജനങ്ങൾക്ക് പരിചയം കുറവാണ്. ഒന്ന് ഹൈബിക്ക് വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണയുണ്ട്. പിന്തുണയുണ്ട് മാത്രമല്ല, തണൽ പോലുള്ള ഒരുപാട് പദ്ധതികൾ, മെഡിക്കൽ ക്യാമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എറണാകുളത്തിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞതാണ് സംഭവം. ഇപ്പൊ എറണാകുളം മണ്ഡലത്തിൽ നല്ല നല്ല സഹാക്കന്മാരുണ്ട്. അവരെ നിർത്തിക്കാൻ ഒരു പക്ഷേ നല്ല കാൻഡിഡേറ്റ് ആണ് കൈനോടുന്ന P രാജീവ്. പക്ഷെ അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതിന്റെ ഒരു തരംഗത്തിൽ 1,69,000 വോട്ടിന് കയറിപ്പോയി തോന്നുള്ളൂ. പക്ഷെ ആ തരംഗം ഈ പ്രാവശ്യം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നല്ലൊരു കാൻഡിഡേറ്റിനെ LDF നിർത്താൻ വെക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടൈറ്റ് മത്സരം വന്നില്ല. അതാണ് ഇതിപ്പോ ഈസി വാക്കോർ വരെയായി പോയി. അതായത് LDF വെറുതെ മത്സരിക്കുന്നത് തുല്യമായി പോയി. ഒന്നുമില്ല. BJPക്ക് എറണാകുളത്ത് കേരളത്തിൽ പോലും ഒന്നും അല്ലാണ്ടോ, ഒന്നുമല്ല അവര്. ഒന്നുമില്ല. പാലക്കാട് ഉണ്ടാക്കി വെച്ചിട്ട് പേപ്പർ എഴുതി കൊടുത്തിട്ട് എടുത്തോളാൻ എടുത്തോളും. അല്ലാണ്ട് എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല BJPക്ക്. എറണാകുളത്ത് കേരളത്തിൽ എടുക്കാൻ പറ്റും. പിന്നെ ഉത്തരേന്ത്യ രാഷ്ട്രം എന്നൊക്കെ അറിയാലോ, ED-നെയും CBI-നെ വിട്ടിട്ട് പേടിപ്പിച്ചിട്ട് പാർട്ടി മാറ്റുള്ള പരിപാടിയൊക്കെ അവിടെ കാണും. കേരളത്തിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ഇല്ല, കേരളത്തിലെ ജനങ്ങൾ നല്ല സാംസ്കാരവും വിദ്യാഭ്യാസപരമായിട്ട് മുമ്പിട്ട് നിൽക്കുന്ന ആൾക്കാർ. അവർക്ക് തിരിച്ചറിവുണ്ട്. വർഗീയതയും മറ്റുള്ള കാര്യങ്ങളായിട്ട് മതേതരമായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരികമായിട്ട് പോകുന്ന ആൾക്കാരാണ് കേരളത്തിലെ ആളുകൾ. യുവാക്കൾ തന്നെ ഇപ്പൊ 2 ലക്ഷം പേര് തന്നെ പുതിയ വോട്ടർമാരായിട്ട് അവരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അവർക്കറിയാം എങ്ങനെ ചിന്തിക്കണമെന്ന്, എങ്ങനെ വോട്ട് ചെയ്യണമെന്നുള്ള അവർക്കറിയാം. അല്ലാണ്ട് BJP എന്തെങ്കിലും സംഭവം മോഡി ഗ്യാരണ്ടിമാർ വന്നിട്ട് തന്നെ എടുത്തു കാണുന്ന ആൾക്കാരൊന്നല്ല ഇവിടുത്തെ കേരളത്തിലെ ചെറുപ്പക്കാർ. അതെല്ലാ ഇതും, അത് ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും ശരി, കോൺഗ്രസിന്റെ ആണെങ്കിലും ആരതാണെങ്കിലും ശരി. ഞങ്ങള് കോൺഗ്രസിന്റെ ടീമാണ്. ആണ് IPL ഞങ്ങളുടെ പാർട്ടി. IPL ഞങ്ങളുടെ പാർട്ടി പറയാൻ പറ്റില്ല. IPL ഇന്ന് വരെ ഞങ്ങൾ അങ്ങനെ ചെയ്തേക്കണത്. IPL എന്റെ പേര് ശ്രീനിവാസൻ. വ്യത്യാസം പറഞ്ഞേ, ഇപ്പൊ ഇത്ര കൊല്ലമായിട്ട് അവര് ഭരിക്കണല്ലേ. അപ്പൊ എന്റെ കണക്കൂട്ടി ഞാൻ പറഞ്ഞു. IPL ഇപ്പൊ എതിരായിട്ട് നമ്മളെ നിൽക്കണ്ടോ എന്താ ടീച്ചർ. അപ്പൊ അതൊരു ഉറപ്പുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല LDF IPL ചിലപ്പോ പോക്കായിരിക്കും ഇപ്രാവശ്യം. ഇതല്ല ഇപ്പൊ പറഞ്ഞ സൈൻ ടീച്ചർ അതില് ജയിക്കുന്ന കാര്യം പ്രയാസം. നമ്മള് ഇവിടെ തന്നെ ട്രെൻഡാണ്. ആര് ജയിക്കുന്നൊക്കെ നമുക്കറിയില്ല. ഞാനീ മണ്ഡലം തന്നെയാണ്. പ്രതീക്ഷ എങ്ങനെയാ? പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റില്ല. ആരൊക്കെയാണ് നല്ല ഇവിടെ രണ്ടും കാലുവാരി ടീമുകളാണ്. മിക്കവാറും ഹൈബീഡ് എനിക്കാണ് ചാൻസ്. എറണാകുളക്കാരൊന്നും ഹൈബിയുടെ കൂടെയാണ്. ഹൈബിക്കാണ് ചാൻസ് ഉള്ളത് ഇവിടെ.
ഐബി മണ്ഡലത്തിൽ ആരായിക്കുക? ഇപ്പോഴത്തെ നോട്ടത്തില് ഐബിയുടെ തന്നെ ഐബി ജയിക്കുള്ളൂ. എറണാകുളംകാരൊന്നും ഹൈബ്രിഡ് കൂടെ ആണോ? അത് ഭൂരിപക്ഷം ഇവിടെ കോൺഗ്രസിന്റെ മണ്ഡലമല്ലേ. കോൺഗ്രസിന്റെ മണ്ഡലം കണ്ടാണോ? ആ കോൺഗ്രസ് ഐബിക്ക് ഇച്ചിരി എന്നുണ്ട് ഇപ്പൊ. നല്ലതൊക്കെ ചെയ്യണ്ട്. ഐബി എറണാകുളത്തിന് വേണ്ടിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പൊ ഇക്കുറി MP ആയിട്ട് ഐബി ജയിക്കും ഉറപ്പാണ്. ഷൈൻ ടീച്ചർ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അറിയൂല, അതും അറിയില്ല. ഐബിയുടെ തന്നെ ഐബി ജയിക്കുള്ളൂ. എന്താ ഐബിക്ക് ഇത്രയും കൺഫർമേഷൻ പറയാറുണ്ട്? അച്ഛന്റെ ഇതിൽ തന്നെയാണ് ഐബി വന്നത്. അച്ഛന്റെ പാതയാണ്. അതെയാണ് ഹൈബീഡൻ ജയിക്കും. ഹൈബീഡൻ എന്താ പറയാ, ഇത്രയും കാലം എറണാകുളത്തിന് വേണ്ടി വലിയ രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കായാലും എല്ലാ ഇതിലും പ്രയത്നിച്ചിട്ടുള്ള ഐബി തന്നെയാണ്. ഹൈബിയുടെ നല്ല പ്രവർത്തനം കൊണ്ടാണ് ഹൈബിനെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ലാതെ എറണാകുളം കോൺഗ്രസ് മണ്ഡലമായിട്ടാണോ? അല്ല, വ്യക്തിപരമായിട്ടാണ്. ഷൈൻ ടീച്ചറിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് ഐബിന്റെ ഒപ്പം മത്സരിക്കാനോ. ഹൈബിയുടെ ഒപ്പം മത്സരിക്കുന്നത് ഷൈൻ ടീച്ചർ വിജയിക്കും. അപ്പുറത്ത് ഹൈബിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട്. അത് നോക്കണ്ട, ഇവിടെ ഷൈൻ ടീച്ചർ തന്നെ. ഹൈബിയെക്കാളും നല്ലൊരു കാൻഡിഡേറ്റ് ഷൈനാണോ? ഷൈൻ ടീച്ചർ ആണോ? അതെ എന്റെ അഭിപ്രായത്തിൽ അത് തന്നെ. ഇവിടെ ഒന്നുമില്ല, കേരളത്തിൽ എവിടെയും കിട്ടൂല. പാലക്കാട് സാധ്യത ഒരു സാധ്യത ഇല്ല. എന്താണ് മറ്റേ മലയാളികൾ മറ്റേ ചാണകം മണിയില്ല BJP വോട്ട് ചെയ്യാനായിട്ട്. ഇത് കേരളമാണ്. ഇത് ഇവിടെ BJPക്ക് ഇവിടെ നിലനിന്നോടെയൊന്നുമില്ല. ഒരു സീറ്റ് പോലും കിട്ടൂല BJPക്ക്. ഇവിടെ എറണാകുളം മണ്ഡലത്തിൽ നമ്മൾ IB ജയിക്കാൻ സാധ്യത. എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, എനിക്ക് ഒരു രാഷ്ട്രീയത്തിലും ഞാൻ പോകാറില്ല കുറച്ചാളായിട്ട്. അല്ല, ഹൈബിക്ക് ഇവിടെ എറണാകുളത്ത് പിന്നെ പൊതുവെ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾ IB ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും ഓക്കെയാണ്. ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുള്ള ആളാണ് IB ജയിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ പറയാൻ പറ്റില്ല, രാഷ്ട്രീയം മറിഞ്ഞും തിരിഞ്ഞൊക്കെ വരാം. ആഗ്രഹം അങ്ങനെയാണ്. പക്ഷെ LDF ഇവിടെ വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇലക്ഷൻ പ്രവർത്തനം ഷൈൻ ടീച്ചറിന്റെ. ഷൈൻ ടീച്ചർ എങ്ങനെ വിജയിക്കാൻ സാധ്യതയുണ്ട്? ഷൈൻ ടീച്ചറെ ഈ അടുത്താണ് ഇപ്പൊ പേര് പോസ്റ്റർ കണ്ടപ്പോഴാണ് അറിയണം. ആൾക്കാർക്ക് അറിയണം. ജനങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തൊരു മുഖമാണ്. അതെ. കണ്ടിട്ടുണ്ടോ ഷൈൻ ടീച്ചർ? ഇല്ല. പക്ഷെ IB ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ? IBനെ പണ്ടോട്ട് അറിയണല്ലോ. അതാണ് വ്യത്യാസം. ഓക്കെ, കേട്ടോ. അങ്ങനെ രാഷ്ട്രീയമായിട്ട് അധികം അറിയില്ല എങ്കിലും നമ്മുടെ IBയുടെ ജയിക്കുമെന്നുള്ളതാണ്. IBക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. ആഗ്രഹമാണ് IB ജയിക്കണം എന്നുള്ളത്. അങ്ങനെ ആഗ്രഹമില്ല, ഏത് പാർട്ടി ജയിച്ചാലും ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണല്ലോ. അല്ല, IB ഇവിടെ ജനങ്ങൾക്കിടയിൽ ഭയങ്കര പ്രവർത്തനമാണ്. നല്ല പ്രവർത്തനമാണ് IBയിൽ നിന്നുണ്ടാകുന്നത്. മറ്റേ ടീച്ചർ അത്രയും അധികമോട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഷൈൻ ടീച്ചർ പലർക്കും ഇപ്പോഴും അറിയും. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞ പോസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഷൈൻ ടീച്ചറിനെ കൂടുതലായിട്ട് അറിയാം. അതിൽ 10-23 വർഷമായിട്ട് അവര് ഫീൽഡിലുണ്ടെന്ന് പറയുന്നു. എന്നാലും അവരത്ര അറിയില്ല. എന്നാലും IBയുടെ നല്ലൊരു പ്രവർത്തനം ആയതുകൊണ്ട് IBയുടെ ജയിക്കും എന്നുള്ളതാണ്. BJPക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? സാധ്യത കുറവാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ വർഷത്തിൽ തന്നെ UDF-നാണ് സാധ്യത. എന്തുകൊണ്ടാ? നമ്മ വോട്ട് ചെയ്യണവരിക്കാണ്. IBയുടെ വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണ ഉള്ളതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമല്ല, അതിനെ പറ്റി എനിക്കൊന്നും അറിയാൻ പാടില്ല. അപ്പുറത്ത് ഷൈൻ ടീച്ചർ ഉണ്ട്. ആരും IB തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എറണാകുളത്ത് ആരാധിക്കുക? നമുക്കിപ്പോ ഒന്നും അറിയാൻ പറ്റില്ല. എന്നാലൊരു സാധ്യത IBക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? നമുക്ക് ഒന്നും അറിയില്ല. കോൺഗ്രസിന്റെ സീറ്റാണ്. പക്ഷെ IBക്ക് സാധ്യത ഉണ്ടോ? കോൺഗ്രസ് സീറ്റാകുമ്പോ IBക്കാണ്. പക്ഷെ ഇപ്രാവശ്യം പറയാൻ പറ്റില്ല. ഷൈൻ ടീച്ചർ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒന്നും പറയാൻ പറ്റില്ല.